ഹായ് ഫ്രണ്ട്സ്, ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദിക്കാൻ പോകുന്നത്, നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നത്, അതായത് നിങ്ങളെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്യൂൻ ഓഫ് കപ്സ്, 10 of cups, the star, 6 of wands, knight of swords, page of pentacles, ഒരു കാർഡ് വീണിട്ടുണ്ട്, എന്താണെന്ന് നോക്കട്ടെ. 7 of wands, 3 of swords, ഒരു കാർഡ് കൂടെ എടുക്കട്ടെ. The lovers, wheel of fortune, ബോട്ടം വന്നിരിക്കുന്ന 4 of wands ആണ്. നിങ്ങളെ ഫസ്റ്റ് കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്യൂൻ ഓഫ് കപ്സ്, നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടുള്ള ഒരു ലേഡിയാണ്. അല്ലെങ്കിൽ ജെൻസ് ആയാലും നിങ്ങൾ വളരെ പവർഫുള്ളായിട്ട് അവർക്ക് തോന്നും. കാരണം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡായിരിക്കാം, നിങ്ങളുടെ സംസാരമായിരിക്കാം, നിങ്ങളുടെ കോൺഫിഡൻറ്റ് ലെവൽ നല്ല ഹൈ ആയിരിക്കും. നിങ്ങളെല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതായാലും പ്രവർത്തിക്കുന്നതായാലും വളരെ കോൺഫിഡൻ്റായിട്ട് ചെയ്യും. മേ ബി നിങ്ങൾക്കുള്ളിൽ പേടികളുണ്ടാവാം, പക്ഷേ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നിങ്ങളൊരു വളരെ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾ നേടിയിട്ടുണ്ട് ലൈഫിൽ. അതായത് നിങ്ങളെന്തോ ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്നത് പോലെ അവർക്ക് തോന്നും. ചിലപ്പോൾ നിങ്ങൾ ഹൗസ് വൈഫ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള തൊഴിൽ ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പം നിങ്ങൾ പുരുഷന്മാരാണെങ്കിൽ അങ്ങനെ അവർ മറ്റുള്ളവർ വിചാരിക്കുന്ന രീതിയിലുള്ള ഹൈ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അവർക്ക് തോന്നുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു ഹാപ്പി ഫാമിലി ഉള്ളതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെല്ലാ രീതിയിലും അനുഗ്രഹീതനാണ് അല്ലെങ്കിൽ അനുഗ്രഹീതയാണ്. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. ഫാമിലി ലൈഫിലും നിങ്ങൾക്ക് സക്സസ്, മക്കളെ, ഭർത്താവ്, ഭാര്യ എല്ലാവരും ചേർന്ന് നല്ലൊരു ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങൾ ജീവിക്കുന്നു എന്ന് കുറച്ച് പേർക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ. മേ ബി നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളുണ്ടാകും. ഇത് മറ്റുള്ളവരുടെ ഇംപ്രഷനാണ് കേട്ടോ. ദ സ്റ്റാർ, നിങ്ങളെ കാണുമ്പോൾ അവർക്കൊരു സ്റ്റാർ ആയ ഒരു വ്യക്തിയെ പോലെ തോന്നും. കാരണം നിങ്ങളുടെ വേഷവിധാനമായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ റെഡിയായി നല്ല ഒരു സ്റ്റാറിനെ പോലെ പോകുന്നുണ്ട്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളൊരു സ്റ്റാറിനെ പോലെ അവർക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ വേഷഭൂഷാദികൾ മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസും, മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസും. കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ ലൈഫിൽ എന്തൊക്കെയോ നേടിയിട്ടുണ്ട്. കുറച്ച് പേർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങളോട് അടുത്തിടപഴകുമ്പോഴൊക്കെ അവർക്ക് നല്ല ഹീലിംഗ് കിട്ടുന്നതായി. അതായത് നിങ്ങളിൽ നിന്ന് എന്തോ ഒരു ഹീലിംഗ് പവർ നിങ്ങൾക്കുണ്ട് എന്നവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അടുത്തറിഞ്ഞത് കൂടെയുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങളൊരു പരുക്കനായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളെ ഫസ്റ്റ് കാണുമ്പോഴും തന്നെ എന്തോ നിങ്ങളോടൊന്ന് കുറച്ച് സംസാരിച്ചാലോ അടുത്ത് വന്നിരുന്നാലോ അവർക്ക് ഹീലിംഗ് കിട്ടുന്നു, അവർക്കൊരു പോസിറ്റിവിറ്റി വരുന്നു, അവർക്കൊരു സന്തോഷം കിട്ടുന്നു. അവരെന്ത് കരുതുന്നു എന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലെ ഒരു വ്യക്തി കൂടെ ഉണ്ടായാൽ അത്രയും ലൈഫിൽ ഹീലിംഗ് കിട്ടും എന്ന് വിചാരിക്കുന്നു. വീണ്ടും വന്നിട്ടുണ്ട് 6 of wands, ഒരു വിക്ടറി. നിങ്ങളൊരു സക്സസ് ആയിട്ടുള്ള വ്യക്തിയാണ്. എന്തൊക്കെയോ നിങ്ങൾ ജീവിതത്തിൽ നേടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം നേടാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്താലും അതിൽ സക്സസ് വരും. നിങ്ങൾക്ക് എന്തൊക്കെയോ ഒത്തിരി കഴിവുകളുള്ള, ഒത്തിരി അറിവുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു മറ്റുള്ളവർ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വളരെ പ്ലസൻ്റായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നും. പക്ഷെ നിങ്ങൾക്ക് 1008 പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കുള്ളിൽ കാണും. പക്ഷെ നിങ്ങൾ അതൊന്നും പുറത്ത് കാണിക്കാതെ ചിരിച്ച് നടക്കും. അത് കണ്ടിട്ട് മറ്റുള്ളവരുടെ ഇംപ്രഷൻ യു ആർ ലക്കി എന്നാണ് കുറേ പേര് പറയുന്നത് നിങ്ങളെക്കുറിച്ച്. പിന്നെ ഇവിടെ ദ ലവേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും കുറച്ച് പേർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടി, നിങ്ങൾ നല്ല ലൈഫിൽ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, സന്തോഷപൂർണ്ണമായ ഒരു നല്ലൊരു കപ്പിളായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ കുറച്ച് പേർക്ക് അഭിപ്രായമുണ്ട്.
കുറച്ച് പേരെന്ത് വിചാരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലൊരു വ്യക്തിയെ അവരുടെ ലൈഫിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എന്നും കാണുന്നുണ്ട്. കാരണം ഞാൻ ആൾറെഡി പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഹീലിംഗ് കിട്ടുന്നു, നിങ്ങളുടെ ആ ഒരു പ്ലസൻറ്റബിൾ ആയിട്ടുള്ള എപ്പോഴും ചിരിക്കുന്ന അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവ് വൈബുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയായ നിങ്ങളെ കിട്ടിയാൽ എൻ്റെ ജീവിതം നന്നായിരിക്കും, എനിക്കിങ്ങനെ ഒരു വ്യക്തിയെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മറ്റുള്ളവർ ചിന്തിക്കും പെട്ടെന്ന്. നിങ്ങളുടെ പെരുമാറ്റവും സംസാര രീതികളും ചിരിയൊക്കെ കാണുമ്പോൾ അവർക്കങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഇങ്ങനൊരു വ്യക്തി ലൈഫ് ലോങ് ഉണ്ടായാൽ നന്നായിരിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ തൊഴിലായാലും നിങ്ങളുടെ കാര്യങ്ങളിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിൽ, നിങ്ങളുടെ ജോലിയായിരിക്കാം, കുറച്ച് പേർക്ക് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതെല്ലാം നിങ്ങൾ പെർഫെക്റ്റായിട്ട് അതിൽ ഫോക്കസ്ഡായിട്ട് ചെയ്യും. വേറെ കാര്യങ്ങളിൽ നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റായി പോകില്ല. അങ്ങനെ ഒരു ഫോക്കസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നു. അനാവശ്യ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ശ്രദ്ധ കൊടുക്കില്ല. അനാവശ്യ കാര്യങ്ങളിലേക്കൊന്നും നിങ്ങളുടെ മൈൻഡ് പോകുന്നില്ല. നിങ്ങൾ നല്ലൊരു ജെന്യൂനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നും കുറച്ച് പേർക്ക് തോന്നുന്നുണ്ട്. സ്വന്തം കാര്യം, സ്വന്തം കുടുംബം അല്ലെങ്കിൽ സ്വന്തം ജോലി, അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ്ഡായി നിങ്ങളുടെ സക്സസ്സിനെ നോക്കി നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്നും മറ്റുള്ളവർക്കൊരു ഇമ്പ്രഷൻ നിങ്ങളുടെ മേലിലുണ്ട്. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും നിങ്ങളൊരു നല്ല കുറച്ച് റിച്ചായിട്ട് തോന്നാറുണ്ട് നിങ്ങൾ ചിലപ്പോൾ അത്രയും റിച്ചൊന്നും ആയിരിക്കില്ല, അത്രയും പണമുള്ള ഒരു വ്യക്തിയൊന്നും ആയിരിക്കില്ല. പക്ഷേ മറ്റുള്ളവർക്കുള്ള ഒരു ഇമ്പ്രഷനാണ് നിങ്ങൾ എന്തൊക്കെയോ പണം സമ്പാദിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് കുറേ അറിവുകളൊക്കെ ഉണ്ട്, നല്ല നോളജുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയും നിങ്ങളെക്കുറിച്ച് ഒരു ഫസ്റ്റ് ഇമ്പ്രഷനുണ്ട്. പിന്നെ ഇവിടെ 7 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്കുള്ള അഭിപ്രായം നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തായാലും നിങ്ങളുടെ ലൈഫിൽ കുറേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന ഒരു ഇമ്പ്രഷനും ഉണ്ട് മറ്റുള്ളവർക്ക്. നിങ്ങൾക്ക് എന്നും പ്രശ്നങ്ങളാണ്, ഒന്ന് മാറി ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിനെയെല്ലാം നിങ്ങൾ ഓവർകം ചെയ്തു പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ക്രെഡിറ്റാണ്. മറ്റുള്ളവരാണെങ്കിൽ അവിടെ തകർന്നു പോയേനെ, പക്ഷെ നിങ്ങൾ അതിനെയെല്ലാം ബാലൻസ് ചെയ്യുന്നു. അതിനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്നും നിങ്ങളെക്കുറിച്ച് ഒരു ഇമ്പ്രഷനുണ്ട്. ഇവിടെ 3 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്തുള്ളവരുമാകാം. കൂടുതൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ സങ്കടം അനുഭവിച്ച വ്യക്തിയാണ്. നിങ്ങൾക്ക് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയി തകർന്ന് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നും കുറച്ച് പേർക്ക് നിങ്ങളെക്കുറിച്ചൊരു ഇമ്പ്രഷനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്ട്രെസ്സ്, ഡിപ്രഷൻ, ആൻസൈറ്റി അങ്ങനെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് എന്നും കുറച്ച് പേർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണെന്നും നിങ്ങളെക്കുറിച്ച് പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ രൂപസൗന്ദര്യം എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ആകർഷണം നിങ്ങളുടെ കൈകളിലുണ്ടായിരിക്കും. അതൊരു ഭാഗ്യം തന്നെയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുക. അതുമാത്രമല്ല നിങ്ങളെ ഹീലിംഗ്, ഞാൻ ആൾറെഡി പറഞ്ഞു, അതും ഒരു ഈശ്വരൻ്റെ വരദാനമാണ്, അനുഗ്രഹമാണ് മറ്റുള്ളവർ. പക്ഷെ നമുക്ക് പോലും അറിയലുണ്ടാവില്ല നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഹീലിംഗ് പവറൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. സോ അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ റിച്ചാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ തന്നെ. അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റാറായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അതും ഒരു ഭാഗ്യമാണ്. പിന്നെ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഹാപ്പി ഫാമിലി ഉണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാഗ്യങ്ങളുടെയും നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് നിങ്ങൾ അത്രയും ഒരു ലക്കിയാണ്. നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും, നിങ്ങൾ തൊടുന്നതെല്ലാം സക്സസ് ആകുന്നു. അങ്ങനെയൊക്കെ കുറച്ച് പേര് ചിന്തിച്ച് നിങ്ങൾ വളരെ ഭാഗ്യമുള്ള വ്യക്തിയാണെന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ പാർട്ട്ണറായാലും നിങ്ങളുടെ മക്കളൊക്കെ ആയാലും അവരുടെ ജീവിതത്തിലും സക്സസ്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെയും കൂടെ ഒരു ഭാഗ്യം കൊണ്ടാണ് വരുന്നത്
എന്നും ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. പിന്നെ ഇവിടെ ബോട്ടത്തിൽ വന്നിരിക്കുന്ന 4 ഓഫ് വാണ്ട്സ് ആണ്. മൊത്തത്തിൽ ഒരു വിക്ടറിയുടെ നിങ്ങളെ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും നിങ്ങളൊരു വിക്ടറി, നിങ്ങളെ സക്സസ്, നിങ്ങളെന്ത് തൊട്ടാലും സന്തോഷം, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഫാമിലിയും എല്ലാം ഇരിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് കൂടെയാണ്. നിങ്ങൾക്ക് പല കഴിവുകളുണ്ട്, നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റിംഗ് പവർ നിങ്ങളുടെ കൈകളിലുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾ നേടിയെടുക്കുന്നു, ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നേടിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന ഒരു ഇമ്പ്രഷനും മറ്റുള്ളവർക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തൊക്കെയോ കഴിവുകളുണ്ട്, ആ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്, പ്രപഞ്ചശക്തി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു, നിങ്ങൾ എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, നേടുന്നു, അങ്ങനെയൊക്കെ ഒരു ഇമ്പ്രഷനും നിങ്ങളെക്കുറിച്ച് ഉണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ഒരു കാണുന്നത് പോലെയല്ല, നിങ്ങൾ ഭയങ്കര അട്രാക്ഷനാണ്, ഹീലിംഗ് ആണ്, എല്ലാം പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഭയങ്കര ബോൾഡാണ്, നിങ്ങളെല്ലാം വെട്ടി തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഉള്ള അഭിപ്രായം കുറേ പേർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കുറച്ച് പേരൊക്കെ പേടിക്കുന്നുമുണ്ട്. നിങ്ങളടുത്ത് വന്ന് സംസാരിക്കാൻ പേടിക്കുന്ന വ്യക്തികളും ഉണ്ടാവും. നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. നിങ്ങൾ ഒരു നോർമലായിട്ടൊന്ന് പോളിഷ്ഡായിട്ട് സംസാരിച്ചാൽ എല്ലാവരെയും പോലെ സംസാരിക്കുന്ന വ്യക്തിയല്ല. നിങ്ങൾ വെട്ടി തുറന്ന് സംസാരിക്കുന്ന, കട്ട് ആൻഡ് റൈറ്റായിട്ട് സംസാരിക്കുന്ന, ഒരു സ്ട്രൈറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും നിങ്ങളെക്കുറിച്ച് പറയുന്നവരുണ്ട്. നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ഇമ്പ്രഷനിൽ മാറി നിൽക്കുന്ന വ്യക്തികളും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ ഫസ്റ്റ് ഇമ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.